2025 ബാങ്ക് എക്സാമുകൾ ഫുൾ സ്വിംഗിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഏതൊക്കെയാണ് ഈ എക്സാംസ്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ഇതിന്റെ ഒരു പഠന രീതി എങ്ങനെയാണ്, സബ്ജക്ട്, സിലബസ്, എപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു എഡ്യൂ ഗാർണറ്റ്. ഞാൻ കലാദീപക്. ആദ്യം തന്നെ നമുക്ക് എലിജിബിലിറ്റി നോക്കാം. ആർക്കാണ് ബാങ്ക് എക്സാംസ് അപ്ലൈ ചെയ്ത് സാധിക്കുക? ബേസിക്കലി എനി ഡിഗ്രിയാണ് എലിജിബിലിറ്റി. ഏത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പെർസെന്റേജ് പ്രശ്നമൊന്നുമല്ല. മിക്ക എക്സാംസിനും പെർസെന്റേജ് മെൻഷൻ ചെയ്യാറില്ല. വളരെ അപൂർവം, ലൈക്ക് ചില പ്രൈവറ്റ് ബാങ്ക്സിലേക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ RBIയുടെ ചില പോസ്റ്റിലേക്ക് വിളിക്കുമ്പോൾ മാത്രമാണ് ഡിഗ്രിക്ക് ഇത്ര ശതമാനം വേണം എന്ന് പറയാറുള്ളത്. ബാക്കി IBPS SBI എക്സാംസിന് ഒന്നും തന്നെ പെർസെന്റേജ് ഒരു പ്രോബ്ലം അല്ല. ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഏജ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 28 വയസ്സ് വരെ ക്ലറിക്കൽ പോസ്റ്റിലേക്ക്, 30 വയസ്സ് വരെ ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. OBC കാറ്റഗറിക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, അതായത് 31 വരെ ക്ലർക്കും 33 വരെ ഓഫീസർ ലെവലും. SC STക്ക് 5 വർഷത്തെ റിലാക്സേഷൻ, അതായത് 33 വരെ ക്ലർക്കും 35 വരെ ഓഫീസർ ലെവലും. എക്സ് സർവീസ്മെന് 50 വയസ്സ് വരെ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് എഴുതാം. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്ക് 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വിഡോ ഡിവേഴ്സ് വിമനും കാറ്റഗറി വൈസ് തന്നെ പ്രത്യേകം ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ബാങ്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ബോഡിയാണ് IBPS എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് നിയമിച്ചിരിക്കുന്ന ബോഡിയാണ്. IBPS കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകളിലൂടെയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ പ്രവേശിക്കാൻ സാധിക്കുക. ഇനി ഈ ബാങ്ക് എക്സാം നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് 2 പോസ്റ്റുകളിലേക്കാണ് ബാങ്ക് എക്സാം വിളിക്കുന്നത്. ക്ലർക്കൽ പോസ്റ്റും ഓഫീസർ പോസ്റ്റും. ഓഫീസർ പോസ്റ്റിന് പറയുന്നതാണ് PO അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫീസർ. അവരാണ് ഈ അസിസ്റ്റന്റ് മാനേജർ ലെവലിലേക്കൊക്കെ പോകുന്നത്. ഈ 2 പോസ്റ്റിലേക്കാണ് മെയിൻലി എക്സാംസ് വിളിക്കുന്നത്. അതിന് പുറമെ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന്റെ പോസ്റ്റ് ഉണ്ട്, SO. അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ചില പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വിളിക്കുന്നതാണ്. ലൈക്ക് IT, HR, മാർക്കറ്റിംഗ്, ഹിന്ദി ലാംഗ്വേജ്, ലോ, അഗ്രികൾച്ചർ, ഇതിന്റെയൊക്കെ കറസ്പോണ്ടിങ് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസറും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ പുറമെ ഈ 2024 തൊട്ട് ലോക്കൽ ബാങ്ക് ഓഫീസർ LBO എന്ന് പറയുന്ന ഒരു പോസ്റ്റുകളിലേക്കും ബാങ്കുകൾ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. ദാറ്റ് മീൻസ് 2024 തൊട്ട് ആക്ച്വലി ബാങ്ക് എക്സാമുകളുടെ എണ്ണം കൂടി എന്ന് വേണം പറയാൻ. ഓക്കെ, ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫീസർ പോസ്റ്റ് തന്നെയാണ്, PO തന്നെയാണ്, സെയിം. ബട്ട് വ്യത്യാസം ഉള്ളത് LBOയുടെ കേസിൽ നമുക്ക് സ്റ്റേറ്റ് വിട്ട് ട്രാൻസ്ഫർ വരില്ല. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കേരളയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ നിൽക്കാൻ പറ്റും. മറ്റു സ്റ്റേറ്റിലോട്ടൊന്നും തന്നെ ട്രാൻസ്ഫർ വരത്തില്ല. അതാണ് ലോക്കൽ ബാങ്ക് ഓഫീസർ. അപ്പൊ ഇത്രയും എക്സാംസ് ഉണ്ട്, ധാരാളം എക്സാംസ് ഉണ്ട്. ഒരു വർഷം എത്ര എക്സാംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ബാങ്ക് എക്സാമിന്റെ മെയിൻ പ്ലസ് പോയിന്റ് അതാണ്. ധാരാളം എക്സാംസ് ഉണ്ട്. SBIയുടെ തന്നെ SBI ക്ലർക്ക്, SBI PO, പിന്നെ SBI അല്ലാതുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്. അതിലേക്ക് IBPS കോമൺലി കണ്ടക്ട് ചെയ്യും. IBPS ക്ലർക്ക്, IBPS PO. പിന്നെ ഗ്രാമീണ ബാങ്കുകളുടെ മാത്രമുണ്ട്. അതാണ് IBPS RRB ക്ലർക്ക്, RRB PO. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് വരും, RBI അസിസ്റ്റന്റ്. ഇതിനൊക്കെ പുറമെ പ്രൈവറ്റ് ടോപ്പ് ആയിട്ടുള്ള ഫെഡറൽ, സൗത്ത് ഇന്ത്യൻ, IDBI, കർണാടക ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെ ഒക്കെ ക്ലർക്ക് ആൻഡ് സൗത്ത് ഇന്ത്യൻ ഒക്കെ ക്ലർക്ക് ആൻഡ് ഓഫീസർ പോസ്റ്റ് വരും. അതുപോലെ തന്നെ ഇൻഷുറൻസ് ലെവലുണ്ട്, ലൈക്ക് LIC, NISL, NICL, UIICL, ഇതിന്റെ ഒക്കെ ക്ലറിക്കൽ പോസ്റ്റ് ഓഫീസർ പോസ്റ്റ് ഉണ്ട്. ഇതിലെല്ലാം പുറമെയാണ് ഈ കഴിഞ്ഞ വർഷം തൊട്ട് ഓരോ ബാങ്കും സെപ്പറേറ്റ് ആയിട്ട് ലോക്കൽ ബാങ്ക് ഓഫീസറും വിളിച്ചിരിക്കുന്നത്. ഇതെല്ലാം വർഷം തോറുമാണ് ബാങ്ക് എക്സാം വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിനെല്ലാം സെയിം സിലബസ് ആണ്, ഒരേ സബ്ജക്ട്, ഒരേ സിലബസ്. ഒറ്റ പ്രിപ്പറേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രം മതി. റിസൾട്ട് വരുന്നത്, പോസ്റ്റിംഗ് ഒന്നും എല്ലാം ക്വിക്ക് ആണ്. ഒരു ഡിലേയോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. നോട്ടിഫിക്കേഷൻ തന്നെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. ഇത്രയും പ്ലസ് പോയിന്റ്സ് ഉള്ള ഒരു കോമ്പറ്റീവ് എക്സാം ആണ് ബാങ്ക് എക്സാം. പിന്നെ ഉള്ള കാര്യം നമ്മൾ പ്രിപ്പറേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യണം. മിക്കപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതൊരു പ്രോബ്ലം ആണ്. ബിക്കോസ് ഏതൊരു കോമ്പറ്റീവ് എക്സാമിന്റെ സക്സസ് ഇരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ ആണ്. ബാങ്ക് എക്സാമിന്റെ കേസിൽ 2 സബ്ജക്ട്സ് പ്രോബ്ലമാറ്റിക് ആണ്, റീസണിങ് ആൻഡ് മാത്സ്. അപ്പൊ നമ്മൾ ചെയ്ത് പഠിക്കണം. അതിന് നമുക്ക് ടൈം എടുക്കും. പിന്നെ എക്സാം ഓൺലൈനും ടൈം ലിമിറ്റും ഉണ്ട്. ടൈം ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് സ്കോർ ചെയ്യാൻ സ്പീഡ് വേണം. ഇത് നമുക്ക് ഗ്രാജുവലി ആണല്ലോ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുക. അപ്പൊ ആ പ്രിപ്പറേഷനുള്ള അർഹമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് കൃത്യമായ ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്താൽ ആർക്കും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ബാങ്ക് എക്സാം. ഇനി നമുക്ക് ഈ വർഷത്തെ എക്സാംസ് ഒന്ന് നല്ല രീതിയിൽ നോക്കാം. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂൺ 1st വീക്കിന് തന്നെ ഉറപ്പായിട്ടും ഗ്രാമീൺ ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ വരും. അത് ക്ലർക്ക് ആൻഡ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള കമ്പൈൻഡ് നോട്ടിഫിക്കേഷൻ ആണ് വരിക. ഓക്കെ, എക്സാംസ് വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ പോസ്റ്റിന്റെ പ്രിലിംസ് വരിക ഓഗസ്റ്റ് 30, സെപ്റ്റംബർ 6, 7 തീയതികളായിട്ടാണ്. അതുപോലെ തന്നെ ഓഫീസർ പോസ്റ്റിന്റെ പ്രിലിംസ് വരെ ജൂലൈ 27, ഓഗസ്റ്റ് 2, 3 തീയതികളാണ്. ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവരാണ് മെയിൻസിലേക്ക് പോവുക. ക്ലറിക്കൽ പോസ്റ്റിന്റെ കേസിൽ പ്രിലിംസ്, മെയിൻസ് 2 ലെവലേ ഉള്ളൂ, ഇന്റർവ്യൂ ഒന്നുമില്ല. ഓഫീസറിന്റെ കേസിൽ പ്രിലിംസ്, മെയിൻസും ഇന്റർവ്യൂ വരും. ഓക്കെ, ഈ ഗ്രാമീൺ ബാങ്കിന്റെ അലോട്ട്മെന്റ് ഒക്കെ വരിക ജനുവരി എന്ന് പറഞ്ഞാൽ ജനുവരി 1 തന്നെ വരും അലോട്ട്മെന്റ്. അതുപോലെ തന്നെ ഗ്രാമീൺ ബാങ്കിനുള്ള മറ്റൊരു പ്രത്യേകത, പ്രിലിംസിന് ആദ്യത്തെ ഘട്ടത്തിന്, അത് ക്ലർക്കിനാണെങ്കിലും ഓഫീസർ ലെവലിലാണെങ്കിലും 45 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. സാധാരണ പ്രിലിംസ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കാണും. പക്ഷേ ഗ്രാമീൺ ബാങ്കിന് മാത്രം പ്രിലിംസിന് റീസണിങ്ങും മാത്സും മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് മെയിൻസിനാണ് വരുന്നത്. പക്ഷേ മെയിൻസിനുള്ളതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ പ്രിലിംസിന് 45 മിനിറ്റ്സും റീസണിങ്ങും മാത്സും മാത്രമാണ് വരുന്നത്. ഓക്കെ, ഇനി ഗ്രാമീൺ ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് നോക്കേണ്ടതാണ് IBPS ക്ലർക്ക് ആൻഡ് IBPS PO ഉണ്ട്. അതായത്
നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് കോമൺലി കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ് IBPS ക്ലർക്ക്, IBPS PO. ഗ്രാമീൺ ബാങ്കിന് പറയാ IBPS RRB ക്ലർക്ക്, RRB PO. RRB എന്ന് പറഞ്ഞാൽ റീജിയണൽ റൂറൽ ബാങ്ക്, അതാണ് ഗ്രാമീൺ ബാങ്ക്. ഓക്കെ, ആ എക്സാമിന് അങ്ങനെയാണ് പറയാ. മറ്റത് IBPS ക്ലർക്ക്, IBPS PO, അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് SBI ഒഴികെയുള്ള 11 നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് കമ്പൈൻ ചെയ്ത് IBPS നടത്തുന്ന പരീക്ഷ. ഓക്കെ, അത് ഏതൊക്കെയാണ് ആ നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്ന് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ഈ 11 നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കാണ് IBPS കോമൺ ആയിട്ട് IBPS ക്ലർക്കും IBPS POയും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രിഫറൻസ് കൊടുക്കുക. ഈ 11 ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അതിൽ ഏത് വേണമെന്നൊക്കെ പ്രിഫറൻസ് നമുക്ക് അന്നേരം തന്നെ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിൽ IBPS ക്ലർക്ക് ഇത്തവണ ഇച്ചിരി ഡിലേ ആയിട്ട് വരുന്നത്. സാധാരണ നമുക്കൊരു ജൂലൈയിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലൊക്കെ പ്രിലിംസും ഒക്ടോബറിൽ മെയിൻസും ഒക്കെ കഴിഞ്ഞാണ്, ഏപ്രിലാണ് പോസ്റ്റിംഗ്. പക്ഷേ ഇത്തവണ ക്ലർക്കിന്റെ ഒരു ഇച്ചിരി ഡിലേ വരുന്നത് ഡിസംബറിലേക്കേ ഉള്ളൂ പരീക്ഷ. ഓക്കെ, IBPS ക്ലർക്കിന്റെ പ്രിലിംസ് ഡിസംബറിലേക്കേ ഉള്ളൂ എന്നവർ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വ്യത്യാസം, ക്ലർക്ക് എന്നുള്ള ഡെസിഗ്നേഷന്റെ പേര് അവരൊന്ന് പുതുക്കി CSA എന്നാക്കി, കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്, CSA എന്നുള്ളൊരു മാറ്റവും വരുത്തിയിട്ടുണ്ട്. IBPS ക്ലർക്കിന്റെ പ്രിലിംസ് വരുന്നത് ഡിസംബർ 6, 7, 13, 14 ആണ്. ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർക്ക് മെയിൻസ് വരിക ഫെബ്രുവരി 1 അതേപോലെ തന്നെ IBPS POയുടെ പ്രിലിംസ് വരുന്നത് ഒക്ടോബർ 4, 5, 11 അത് ക്ലിയർ ചെയ്യുന്നവർക്ക് മെയിൻസ് നവംബർ 29 ഡേറ്റ്. POയുടെ കേസിൽ പിന്നെ ഇന്റർവ്യൂ കൂടെ ഉണ്ട്. അതേപോലെ തന്നെ ഗ്രാമീൺ ബാങ്കിന്റെ കേസിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ നമ്മൾ നേരത്തെ ഗ്രാമീൺ ബാങ്കിന്റെ കേസ് പറഞ്ഞല്ലോ, അതിൽ ക്ലർക്കിനും POയുടെ ഒപ്പം തന്നെ അതേ നോട്ടിഫിക്കേഷൻ തന്നെ സ്കെയിൽ 2, സ്കെയിൽ 3 വിളിക്കാറുണ്ട്. സ്കെയിൽ 2, സ്കെയിൽ 3 എന്ന് പറയുമ്പോൾ ഫ്രഷേഴ്സിന് പറ്റത്തില്ല, അത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ്. ലൈക്ക് ഈ പ്രൈവറ്റ് ബാങ്കിലൊക്കെ ഓഫീസർ പോസ്റ്റിൽ കുറച്ച് വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്കെയിൽ 2, സ്കെയിൽ 3 എഴുതാൻ സാധിക്കും. അതിനാകുമ്പോൾ ഒറ്റ ലെവൽ എക്സാമേ ഉള്ളൂ, അത് സെപ്റ്റംബർ 13 കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ ഏതൊക്കെ എക്സാംസ് പറഞ്ഞു? IBPS RRB ക്ലർക്ക്, RRB PO, പിന്നെ നമ്മുടെ IBPS ക്ലർക്ക്, IBPS PO, ഇത്രയും എക്സാംസിന്റെ കാര്യം പറഞ്ഞു. ഇതിന് പുറമെ നമുക്ക് ഏതൊക്കെയുണ്ട്? SBA ക്ലർക്ക്, SBA PO ഉണ്ട്. അത് സാധാരണ കുറെ വർഷങ്ങളായിട്ട് ഏകദേശം വർഷാവസാനമൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പ്രൈവറ്റിൽ ഇത് വരും, ലൈക്ക് ഫെഡറൽ, സൗത്ത് ഇന്ത്യൻ, IDBI, കർണാടക ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിൽ ഇത് വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇൻഷുറൻസ് എക്സാംസ്, LIC, NICL, NIACL, UICL, അതും ഈ പല സമയങ്ങളിലായിട്ട് പൊതുവെ വർഷാവസാനം ഒരു മിഡ് ടു ലാസ്റ്റ് ആ ഒരു പീരീഡിലൊക്കെ ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരും. എല്ലാത്തിനും ഒറ്റ സംഭവമാണ് കേട്ടോ, പ്രിലിംസ് മെയിൻസ് ആണ്. എല്ലാത്തിന്റെയും ക്ലർക്കിന് പ്രിലിംസ് മെയിൻസ് ആണ്, ഇന്റർവ്യൂ ഇല്ല. ഓഫീസർ പോസ്റ്റ് ആണെങ്കിൽ പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ. പ്രിലിംസിന് എല്ലാം തന്നെ സാധാരണ വരിക 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ. നേരത്തെ ഞാൻ ഗ്രാമീൺ ബാങ്കിന്റെ കേസ് പറഞ്ഞല്ലോ 45 മിനിറ്റ്സേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും 1 മണിക്കൂറാണ്. റീസണിംഗ്, മാത്സ്, ഇംഗ്ലീഷ്, അങ്ങനെയാണ് സാധാരണ വരാറുള്ളത്. പിന്നെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അതിന്റെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഈ 1 മണിക്കൂറിന്റെ സ്പ്ലിറ്റിംഗും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ്? അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ ഒരു സബ്ജക്ട് സ്ക്രീനിൽ കാണിക്കത്തുള്ളൂ, 3 കൂടെ കാണിക്കത്തില്ല, ഒരു സബ്ജക്ട് ആയിരിക്കും. ഓക്കെ, ചില എക്സാംസിന് ഇതിൽ നിന്ന് വ്യത്യാസം കാണും. ഓക്കെ, അത് അതിന്റെ നോട്ടിഫിക്കേഷൻ കാണും. പൊതുവേ ഉള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. ഒരു സബ്ജക്ട് ആയിരിക്കും സ്ക്രീനിൽ കാണിക്കുക. സേ റീസണിംഗ് ആണെന്ന് ഇരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ റീസണിംഗ് ആണ് സ്ക്രീനിൽ വരുന്നെങ്കിൽ 35 ക്വസ്റ്റൻസ് ആണ്, 20 മിനിറ്റ്സ്. മേലെ ടൈമർ പോകുന്നുണ്ടാവും, 20 മിനിറ്റ്സ് ആകുമ്പോൾ റീസണിംഗ് കട്ടാവും, പിന്നെ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞാണ് അടുത്ത സബ്ജക്ട് വരുന്നത്, QA, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അത് നമ്മുടെ മാത്സ് തന്നെ. ആദ്യം ഇത് 35 ചോദ്യം 20 മിനിറ്റ്, അതും കട്ടാവും. പിന്നെ ഇംഗ്ലീഷ് 30 ചോദ്യം 20 മിനിറ്റ്. അതായത് ഈ ഓരോ സെക്ഷനും നമുക്ക് കൃത്യം 20 മിനിറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ മാത്സിന്റെ ഒക്കെ 35 ചോദ്യം അറിയാവുന്നിരിക്കട്ടെ, പക്ഷെ ആ 20 മിനിറ്റിൽ എത്രണ്ണം ചെയ്തു അതിന്റെ മാർക്കല്ലേ കിട്ടുക. അതിനാണ് നമുക്ക് സ്പീഡ് വേണ്ടത്. ഈ സ്പീഡ് എങ്ങനെ കിട്ടും? പതുക്കെ 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 പ്രാക്ടീസിലൂടെയാണ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികൾ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോണം കേട്ടോ. ഈ വർഷത്തേക്ക് ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കാര്യം എത്രയോ കുട്ടികൾ ഡിഗ്രിയുടെ ഒപ്പം തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് വരികയാണ്. ഇതൊരു കോമ്പറ്റീവ് എക്സാം അല്ലേ, നമുക്കിത് പഠിച്ചെടുത്താൽ പോരല്ലോ, സ്പീഡ് ഡെവലപ്പ് ചെയ്യണ്ടേ. ഇതിൽ മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്ന മാത്സ് ഉണ്ടല്ലോ, സിംപ്ലിഫിക്കേഷൻ, ഏജസ്, ആവറേജ്, പെർസെന്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, തുടങ്ങിയ ചാപ്റ്റേഴ്സ്, ഇനി കുറച്ചുണ്ട് അത്തരത്തിലുള്ള ചാപ്റ്റേഴ്സ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു വ്യത്യാസമുള്ളത്, സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ എല്ലാ സ്റ്റെപ്സും എഴുതണ്ടേ, ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്. ഇവിടെ അതിന്റെ ആവശ്യമില്ല, എക്സാം ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. അതിന് നമ്മൾ ചില ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ പഠിക്കും. ഇംഗ്ലീഷും അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ, പാസേജ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, എറർ കറക്ഷൻ, സെന്റൻസ് അറേഞ്ച്മെന്റ്, ഗ്രാമർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. റീസണിംഗ് പിന്നെ ആരും സ്കൂളിലും കോളേജിലും ഒന്നും പഠിച്ചിട്ട് വരുന്നില്ല, കോമ്പറ്റീവ് എക്സാമിന് വേണ്ടി മാത്രമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമ്മുടെ മെന്റൽ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാനുള്ള ചില ചാപ്റ്റേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. അതും മാത്സിനെ പോലെ മറ്റൊരു രീതിയിൽ സോൾവ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തേണ്ടതാണ്. ഇനി എങ്ങനെയാണ് ബാങ്ക് എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വൺ ടൈം രജിസ്ട്രേഷൻ അല്ല, ഓരോ എക്സാമിന് നമ്മൾ പ്രത്യേകമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ജനറൽ OBC കാറ്റഗറിക്കൊക്കെ സാധാരണ വരാറുള്ളത് 750 അല്ലെങ്കിൽ 850 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അത് ഈ അതാത് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ, അന്നേരമാണ് നമ്മൾ ഓൺലൈനായിട്ട് സൈറ്റുകളിലൂടെ അപ്ലൈ ചെയ്യണം. നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ചില ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിക്കും, അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ അവർ ചോദിക്കും നമുക്ക് എക്സാം സെന്റർ എവിടെ വേണമെന്നോ. ഒട്ടുമിക്ക
ഡിസ്ട്രിക്റ്റുകളിലും എക്സാം സെന്റർ അവൈലബിൾ ആണ്. നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റ് ആണോ വേണ്ടത് അത് ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് എക്സാമിന് മുൻപായിട്ട് ഹോൾ ടിക്കറ്റ് വരും, അഡ്മിറ്റ് കാർഡ്, അതും ഓൺലൈനായിട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ കാണും നമ്മൾ ആ ചൂസ് ചെയ്ത് കൊടുത്ത ഡിസ്ട്രിക്റ്റിൽ എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എത്ര മണിക്കാണ് നമ്മുടെ എക്സാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അഡ്മിറ്റ് കാർഡിൽ വരും. ആ എക്സാം സെന്ററിൽ പോയിട്ട് വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ. പരീക്ഷ ഓൺലൈൻ കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ എക്സാം സെന്ററിൽ ചെല്ലുമ്പോൾ അതിനുള്ള കമ്പ്യൂട്ടർ ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഒബ്ജക്റ്റീവ് മോഡൽ, ഒരു ക്വസ്റ്റൻ, അതിനെ തുടർന്ന് ഓപ്ഷൻസ്, ശരിയായിട്ടുള്ള ഉത്തരത്തിലോട്ട് ക്ലിക്ക് ചെയ്യണം. കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് കിട്ടും, തെറ്റിയാൽ നെഗറ്റീവ് മാർക്സ് 0.25 മാർക്സ് കുറയും. സോൾവ് ചെയ്യാനുള്ള റഫ് പേപ്പറും കാര്യങ്ങളും ഒക്കെ എക്സാം സെന്ററിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സബ്ജക്റ്റും സിലബസും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഇതിന്റെ ഒരു പ്രിപ്പറേഷന്റെ രീതി, ഇൻഡിവിജ്വൽ പ്രിപ്പറേഷൻ കഴിവതും അവോയ്ഡ് ചെയ്യാം. കാര്യം നിങ്ങൾ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് ഒരു 20s ഏജ് വന്ന ഒരു കരിയറിന്റെ ക്രൂഷ്യൽ പോയിന്റ് നിൽക്കുന്ന കുട്ടികളാണല്ലോ ഇതിനോടൊക്കെ താല്പര്യമുള്ളവർ കുറച്ച് വിലപ്പെട്ട സമയം ഇതിന്റെ പ്രിപ്പറേഷൻ വേണ്ടി മാറ്റി വെക്കുന്നത്. അത് ഏത് കോമ്പറ്റീവ് എക്സാം ആണെങ്കിലും. അപ്പോൾ നമുക്ക് അനാവശ്യമായി സമയം കളയാൻ ഇവിടെ ഇല്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമുള്ളിടങ്ങളിൽ ചേർന്ന് കറക്റ്റായിട്ട് തന്നെ പ്രിപ്പറേഷൻ ചെയ്യാം. കാര്യം നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ചെയ്ത പോലെ സിലബസ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെങ്ങനെ പഠിച്ചു, എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്തു, റൈറ്റ് ഫ്രം ദ ഡേ 1 അതിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഒരു രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ട് അത് മാറ്റി പ്രിപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ പഠിച്ചെടുക്കുന്ന മെത്തേഡ്, 2 സബ്ജക്ട്സ് പ്രോബ്ലമാറ്റിക് അല്ലേ, ഒരു ക്വസ്റ്റൻ സോൾവ് ചെയ്യുന്നതിന് ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് അവൈലബിൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചാൽ പോരാ. കാര്യം ഇതിനകത്ത് ടൈം ലിമിറ്റ് ഇല്ലേ, പെട്ടെന്ന് ചെയ്യണ്ടേ. അതിന് നമ്മൾ പഠിച്ചെടുക്കുന്ന മെത്തേഡിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില മെത്തേഡ്സ് പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ എക്സാമിന് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. എന്നാൽ ആ മെത്തേഡാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ചിലത് പഠിച്ചെടുക്കാൻ വളരെ ഈസി ആയിരിക്കും, പക്ഷേ എക്സാമിന് ടൈം എടുക്കും, അല്ലെങ്കിൽ ആൻസർ തെറ്റാൻ സാധ്യത ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെത്തേഡ്സ് നമ്മൾ എടുക്കരുത് അല്ലെ. അപ്പൊ ചൂസ് ചെയ്യുന്ന മെത്തേഡ്സിനും പഠിക്കുന്ന രീതികൾക്കൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും അത് സിമ്പിൾ ആണെങ്കിലും അത് പെർഫെക്റ്റ് ആക്കണം. കാര്യം അത് സിമ്പിൾ എടുക്കുന്ന ടൈം കുറച്ചെടുത്താൽ അത്രയും കൂടുതൽ ടൈം നമുക്ക് ഡിഫിക്കൽട്ടിനെ ഉപയോഗിക്കാൻ സാധിക്കും അല്ലെ. അങ്ങനെ സ്റ്റഡി മെത്തഡോളജിക്ക് വളരെയേറെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഡിവിജ്വൽ പ്രിപ്പറേഷൻ കഴിവതും അവോയ്ഡ് ചെയ്ത് താല്പര്യമുള്ളവരെങ്കിൽ ചേർന്ന് തന്നെ തുടക്കം മുതൽ അടുക്കും ചിട്ടയായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്താൽ ആർക്കും ക്ലിയർ ചെയ്യാവുന്ന ഒന്നാണ് ബാങ്ക് എക്സാം. നിങ്ങൾ മാത്സിന് ചിലപ്പോൾ മോശമായിരുന്നിരിക്കും, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ പഠിക്കാൻ ആവറേജ് ആയിരിക്കും, ബിലോ ആവറേജ് ആയിരിക്കും, അതൊന്നും വിഷയമല്ല. ഇങ്ങനൊരു തീരുമാനമെടുത്ത് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയതിന് ശേഷം ഏത് രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ സക്സസ്. അത് കറക്റ്റായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എഡ്യൂ ഗാർണറ്റ് ഓൺലൈനായി ബാങ്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സുകൾ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോക്ക് എക്സാംസ്, അതുപോലെ തന്നെ ഡെയിലി, വീക്ക്ലി GA നമുക്ക് മെയിൻസിന് ആവശ്യമാണ്. അങ്ങനെയുള്ള എല്ലാ കണ്ടന്റും, നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഫുൾ കണ്ടന്റും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ മാരിഡ് ആണ്, കുട്ടികളുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ട്, ഏത് കാറ്റഗറിയിൽപ്പെട്ടവർക്കാണെങ്കിലും നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കോഴ്സിലേക്ക് ഒരു കുട്ടി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഡേ 1 തൊട്ട് പഠിക്കുന്നതിന്റെ രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, ആ സ്റ്റഡി ഗൈഡൻസ് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞുതരും. ഏത് രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്താലാണ് നമുക്ക് ഈ സ്പീഡും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. എക്സാം അപ്ഡേറ്റ്സ് എല്ലാം തന്നെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമുക്ക് ലൈഫ് ടൈം പാക്കേജ്, അതുപോലെ തന്നെ 1 year, 6 months, 2 months പാക്കേജസ് ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെമോ ക്ലാസ്സസ് ഒക്കെ കണ്ടു നോക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും. Have a nice day. Thank you.